ഹലോ ഗായ്സ്, അപ്പോൾ നമുക്ക് ഒന്ന് കറങ്ങാൻ പോകാം. അതായത് നമ്മുടെ ടൂർ പോവാം. ഇന്നും എല്ലാം സെറ്റായി കേട്ടോ. രാത്രിക്കാണ് യാത്ര. അപ്പോൾ രാത്രിക്ക് ഭക്ഷണം ഇവിടുന്ന് കഴിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ചപ്പാത്തിയും കറിയും ഞാൻ വേഗം സെറ്റാക്കി. നല്ല ചപ്പാത്തിയും സുഡ ചപ്പാത്തി ആൻഡ് ചിക്കൻ കറി. അങ്ങനെ ചപ്പാത്തിയൊക്കെ കഴിച്ചു. ഞാൻ മേക്കപ്പ് ഒന്നും അങ്ങനെ ഇതാക്കിയിട്ടോ. രാത്രിക്ക് മൊത്തത്തിൽ ഫേസിനൊന്നും അപ്ലൈ ചെയ്യാൻ എനിക്കിഷ്ടമല്ല. ജസ്റ്റ് ഒന്നൊരു ചൊട്ടയൊക്കെ വെച്ചു. ബസ്സിൽ കയറി. അപ്പോൾ എങ്ങോട്ടാണ് യാത്ര എന്ന് പറഞ്ഞാൽ മൂന്നാറിലോട്ടാണ്. ഒരുപാട് നാളായി ഇത് പ്ലാൻ ചെയ്യുന്നത്, വെക്കേഷന് പോകണം എന്ന്. നമ്മൾ തൊട്ടടുത്തൊരു സംഘമുണ്ട്, പെണ്ണുങ്ങളെല്ലാം കൂടി നടത്തുന്ന സംഘം. അതിൻ്റെ ഭാഗമായിട്ട് കുറേ തവണ ടൂർ പോയതൊക്കെയാണ്. അപ്പോൾ ഇത്തവണ നടക്കുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം ഓരോരുത്തരായിട്ട് ഒഴിയേണ്ടി വന്നിരുന്നു. കണ്ടോ, ഞാൻ ഈ കിടക്കുന്നിടത്ത് നിന്ന് എണീച്ചിട്ട് വന്നത്. എന്തിനാണ് വെറുതെ കിടക്കുന്നത്? നമ്മൾ ഇല്ല സമയം എൻജോയ് ചെയ്യുക, അതല്ലേ ടൂറിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ മാക്സിമം ഇവിടെ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒപ്പനയും തിരുവാതിരയും ഒക്കെ നാളെ കളിച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നേരെ രാവിലെ മൂന്നാറിലെത്തി. പിന്നെ ഫ്രഷ് ആവാൻ പോയി. ഫ്രഷായി. നമ്മൾ പാക്കേജ് എടുക്കാത്തത് കൊണ്ട് ഡ്രൈവർമാർ ആ പാക്കേജ് എടുത്ത പോലെ തന്നെ തോന്നിക്കുന്ന രീതിയിലാണ് അവർ നമുക്ക് എല്ലാ സപ്പോർട്ടും ചെയ്തത്. ടൂറ് വരുമ്പോൾ പ്രമിളേച്ചിൻ്റെ മോനാണ് ബസ്സും കാര്യമൊക്കെ അറേഞ്ച് ചെയ്ത് തന്നത്. അപ്പോൾ ഓൻ്റെ കെയർ ഓഫിൽ നല്ല എന്താണെന്ന് പറയുക, നല്ലൊരു സർവീസ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓനായാലും നല്ല കട്ടക്ക് സപ്പോർട്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഈ ഡാൻസ് എന്ന് പറയുന്ന സാധനം ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരു ഘടകമാണ് ടൂർ പോകുന്ന സമയത്ത്. മാക്സിമം എൻജോയ് ചെയ്തു. എനിക്ക് ഇപ്പം എൻജോയ്മെൻറ്റ് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ ഞാൻ. അങ്ങനെ നമ്മളെ മൂന്നാറിൻ്റെ മെയിൻ വൈബ് എന്ന് പറയുന്നത് ഈ തേയിലത്തോട്ടങ്ങൾ തന്നെയാണ്. മൂന്നാറിലായാലും വയനാട്ടിലാണെങ്കിലും അതങ്ങ് ആസ്വദിച്ച് ഈ ആസ്വദിക്കുന്നത് ബസ്സിൻ്റെ സ്റ്റെപ്പിലിരുന്നാണ് കേട്ടോ. ഫസ്റ്റ് പോയത് റോസ് ഗാർഡനിലേക്കാണ്. ആദ്യം തന്നെ ടിക്കറ്റ് എടുത്തു. അതെല്ലാം സെപ്പറേറ്റ് ആണ്. ഞാൻ പാക്കേജ് എല്ലാം നമ്മൾ സെൽഫായിട്ട് തന്നെ ചെയ്യണം. അത് ഒരു കണക്കിന് നോക്കുമ്പോൾ സുഖം തന്നെയാണ് കേട്ടോ. ഒരു കണക്കിന് നഷ്ടമായിട്ട് തോന്നുന്നുണ്ട്. ഒന്നിൻ്റെ രണ്ട് വശങ്ങൾ എന്തായാലും ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരുപാട് ഫ്ലവറും കാര്യങ്ങളൊക്കെ നല്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത്രയും വെറൈറ്റി റോസിൽ തന്നെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. പച്ചക്കളർ റോസ് വരെ ഞാൻ അവിടെ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ബഡ്ഡിങ്ങും ഗ്രാഫ്റ്റിങ്ങിൻ്റെ ഓരോരോ ഇതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടോ, ഒരുപാട് ഇത് ഡാലിയല്ലേ, അതിൻ്റെ ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നു. പിന്നെയാണ് ന്യൂട്ടൺ ഈ ഗെയിമിൽ കയറിയത്. ഇതിൻ്റെ പ്ലാനറ്റിൻ്റെ മൊത്തം കറങ്ങി കാണുന്നത്. ന്യൂട്ടൺ ഓരോ തൊട്ട് കാണിക്കുന്നുണ്ട്. അവിടെ അതുണ്ട്, ഇവിടെ സൂര്യനുണ്ട്, അങ്ങനെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഞാൻ ആദ്യം പേടിച്ചോന് പേടിയുണ്ടാവുന്നു, പക്ഷേ യാതൊരു പേടിയോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നന്നായി കറങ്ങി കണ്ടു. ഇവിടെ ഏറ്റവും കൂടുതൽ ഉപകാരം എന്ന് പറയുന്നത് ഒരുപാട് ഫോട്ടോസ് നമുക്ക് അവിടെ നിന്ന് എടുക്കാം. പിന്നെ പോയ സ്ഥലം എന്ന് പറയുന്നത് എക്കോ പോയിൻറ്റിലേക്കാണെന്ന് തോന്നുന്നു കേട്ടോ. കൃത്യമായിട്ട് എനിക്ക് സ്ഥലങ്ങളൊന്നും ഇപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല. എടുത്തുമ്പോൾ ഞാനും കളർ ചേഞ്ച് മാത്രമല്ല, ഡിസൈനിലും ഡ്രസ്സിന് ഇച്ചിരി ചേഞ്ച് ഉണ്ട്. നമ്മൾ ഇതിന് വേണ്ടി തന്നെ എടുത്തതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഓരോ സ്ഥലവും നടന്നും ഒക്കെ ആസ്വദിച്ച് കണ്ടു. അടുത്തേമ്മ അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ടൂറിന്. പിന്നെ ലിപ്സ്റ്റിക്കും അതൊക്കെ ഞങ്ങൾ അത്യാവശ്യം ഇട്ടിട്ടുണ്ടാവും. ഈ ടൂർ വരുന്ന സമയത്ത് നമ്മൾ നല്ല രീതിയിൽ തന്നെ ഒരുങ്ങും അല്ലേ. അങ്ങനെ പിന്നെ കുറച്ച് പർച്ചേസ്, എന്തെങ്കിലും സാധനങ്ങൾ വേണ്ടതൊക്കെ പർച്ചേസ് ചെയ്യാൻ അവർ ഡ്രൈവർമാർ പറഞ്ഞു. ഇവിടെ നിന്നാണെങ്കിലും നല്ല രീതിയിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ ഞങ്ങളത് ചെയ്തു. ഇത് എക്കോ പോയിൻ്റാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സൗണ്ട് ലൗഡിൽ കേൾക്കുന്നെല്ലാം പറയുന്നുണ്ടായിരുന്നു. നമ്മളൊന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്തെല്ലാം ചെയ്തോട്ടാ. അത് കഴിഞ്ഞ് നേരെ വന്നത് നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വണ്ടിക്കാരുടെ ഭക്ഷണം എത്തിക്കും. ഇവിടെ നിന്നാണ് നമ്മൾ കഴിക്കുന്നത്. സാധാരണ ചോറാണ് കേട്ടോ കഴിച്ചിന്. ഇതാണ് ഞാൻ പറഞ്ഞ ഹരി. ഇവനാണ് ഏറ്റവും കൂടുതൽ നമുക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നത് കേട്ടോ. അത് അങ്ങനെ നമ്മൾ അടുത്ത കേന്ദ്രത്തിലേക്ക് പോയി, അതായത് അടുത്ത ലൊക്കേഷനിലേക്ക് പോയി. അതെവിടെയാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ സത്യം പറയാലോ, ഈ സ്ഥലങ്ങളിങ്ങനെ ആസ്വദിച്ച് കയറുന്നുണ്ടായത് മാത്രമാണ്. എവിടെയാണെന്നൊന്നും എന്നോട് ചോദിക്കാൻ പാടില്ല. നല്ലൊരു വ്യൂ ആണത്. ഇത് സ്റ്റെപ്പ് കയറിയിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ എത്തി ഫോട്ടോ എടുക്കുക. അതുപോലെ തന്നെ നല്ല തണുപ്പ്, കോട ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. അതെല്ലാം കാണുമ്പോൾ തന്നെ അടിപൊളിയാട്ടോ. ഞാൻ പിന്നെയും ചിന്തിക്കുന്ന കാര്യം, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് കച്ചവടക്കാർ കാണുന്നുണ്ട്. അവരെല്ലാം ഇത്രയും ഇതായിട്ട് റിസ്ക്കിലല്ലേ ശരിക്കും പറഞ്ഞാൽ അവിടെ കച്ചവടം ചെയ്യുന്നത്. അപ്പോൾ അവിടെ മെയിനായിട്ടുള്ളത് ചോക്ലേറ്റ്സും അതുപോലെ തന്നെ ചായപ്പൊടി അങ്ങനെയുള്ള ഐറ്റംസ് തന്നെയായിരുന്നു. കുറച്ചൊക്കെ സാധനങ്ങൾ നമ്മൾ വാങ്ങി. ഈ ഒരു കൊക്ക കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പേടിയാവുന്നുണ്ട് കേട്ടോ. താഴോട്ട് നോക്കുമ്പോൾ തലകറങ്ങുകയും ചെയ്യുന്നുണ്ട്. ഇവന്മാർ കൂട്ടത്തോടെ ഇറങ്ങിയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ പോയത് ഡാമിലോട്ടാണ്. ഡാമിലാണെങ്കിലും നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. ശരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ ഉപകാരമായിട്ട് തോന്നിയത് ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇത് കണ്ടോ, ഇത് നമ്മൾ നല്ല രീതിക്ക് അടുത്ത് നിന്ന് നോക്കി. പക്ഷെ ശരിക്കും പേടിയാവുന്നുണ്ട്. ആ വെള്ളത്തിൻ്റെ ഒഴുക്കെല്ലാം കാണുമ്പോൾ നല്ലൊരു ഒരു പേടിയാവുന്നുണ്ട് കേട്ടോ. പിന്നെ രാത്രിക്കാണ് ഏറ്റവും കൂടുതൽ ഭക്ഷണം നമുക്ക് കഴിക്കാൻ ഒരു സൗകര്യം കുറച്ച് കുറഞ്ഞത്. എന്നാലും നമ്മൾ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചു.
പിന്നെ ബസ്സിൽ കയറി ചെറിയൊരു ഉറക്കമൊക്കെ പാസ്സാക്കി പിറ്റേ ദിവസം നേരെ വീട്ടിലെത്തി. അപ്പോൾ ഈ ടൂർ ഇത്രയില്ല. ടാറ്റാ ബൈ, സീ യു.